71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ജൂറി ചെയർമാൻ അശുതോഷ് ഗോവാരികൾ ഓരോന്നോരോന്നായി പ്രഖ്യാപിക്കുകയാണ്. മികച്ച സിനിമയായി 12th ഫെയിലും മികച്ച മലയാള സിനിമയായി ഉള്ളൊഴുക്കും തിരഞ്ഞെടുക്കപ്പെടുന്നു. മികച്ച നടന്മാരായി ജവാനിലെ പ്രകടനത്തിന് ഷാരൂഖ് ഖാനും 12th ഫെയിലിലെ പ്രകടനത്തിന് വിക്രം മാസിയും മികച്ച നടിയായി റാണി മുഖർജിയും തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. പൂക്കാലം എന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച സഹനടനായി വിജയരാഘവനും ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച സഹനടിയായി ഉർവശിയും പുരസ്കാര നിറവിലെത്തി. ജൂറി ഓരോ അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴും മലയാളികളടക്കമുള്ള സിനിമാ ആസ്വാദകർ പ്രതീക്ഷിച്ച ഒരു പേരുണ്ടായിരുന്നു, ആടുജീവിതം. എന്നാൽ പുരസ്കാരത്തിന്റെ ഒരു ഘട്ടത്തിലും ആടുജീവിതം എന്ന പേര് ജൂറി പരാമർശിച്ചതേയില്ല. ബെന്യാമിന്റെ നോവലിന് ബ്ലസ്സിയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ആടുജീവിതം. ബെന്യാമിന്റെ നജീബിനെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചതാകട്ടെ പൃഥ്വിരാജും. പൃഥ്വിരാജിന്റെ പ്രകടനത്തോടൊപ്പം പ്രേക്ഷക പ്രീതി നേടിയത് ആടുജീവിതത്തിന്റെ ഛായാഗ്രഹണമാണ്. ആടുജീവിതത്തിന്റെ ഛായാഗ്രഹകൻ സുനിൽ KS ആണ്. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനും മികച്ച സംവിധാനത്തിനും മികച്ച ഛായാഗ്രഹണം അടക്കമുള്ള 9 അവാർഡുകൾ വാരിക്കൂട്ടി ചിത്രമാണ് ആടുജീവിതം. എന്തുകൊണ്ട് ആടുജീവിതം തിരസ്കരിക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് ജൂറി മറുപടി നൽകിയത് അതൊട്ടും റിയലിസ്റ്റിക് ആയി തോന്നിയില്ല എന്നതാണ്. ജൂറിയുടെ ഈ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇന്ത്യയിലെമ്പാടും ഇരമ്പുന്നത്. അവാർഡുകൾ തിരസ്കരിക്കപ്പെട്ടതുകൊണ്ട് ഒരു കലാസൃഷ്ടിയുടെയും മൂല്യം കുറയുന്നില്ല. ജനമനസ്സുകളുടെ അവാർഡ് പ്രേക്ഷകർ എന്നേ ആടുജീവിതത്തിന് നൽകിക്കഴിഞ്ഞു.